സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സുപ്രധാനമായ ഓർഡർ വന്നിരിക്കുന്നു. IAS അസോസിയേഷൻ കൊടുത്ത പരാതിയിലാണ് സർക്കാരിനെതിരായി വൻ തിരിച്ചടിയായി വന്നിരിക്കുന്നത്. IASകാരെയും IPSകാരെയും മറ്റും സർക്കാരിന് തോന്നിയ മാസം ഇനി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ B. അശോകുമാറിനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. എക്സൈസ് കമ്മീഷണറായിരുന്ന അജിത് കുമാറിൻ്റെ ആ പോസ്റ്റ് ഒരു IAS കേഡർ പോസ്റ്റാണ്. അതിലൊരു IPS ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്ത് ശരിയായില്ല. അതും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതേപ്പറ്റി വിമർശിച്ചിരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടാവും. അത് IASകാരുടെ ഒരു പോസ്റ്റാണ്. 3 പോസ്റ്റിനെ പറ്റിയാണ് പ്രധാനമായും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞത്. അതിനകത്ത് എക്സൈസ് കമ്മീഷണർ പോസ്റ്റ് IASകാരുടെ പോസ്റ്റാണ്. IASകാരുടെ പോസ്റ്റ് എന്ന് മാത്രമല്ല, അത് IAS കേഡറിലെ സീനിയർ മോസ്റ്റ് ആൾക്കാരുടെ പോസ്റ്റാണത്. അതുപോലെ കിലയിലെ പോസ്റ്റും ജൂനിയർ ഓഫീസറെ സർക്കാരിന് ഇഷ്ടമുള്ളവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് കേഡർ പോസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ IMG ഡയറക്ടറെ പോസ്റ്റ്, അത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ജൂനിയർ IASകാരെയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് IAS കേഡർ പോസ്റ്റാണ്. 3 പോസ്റ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഡയറക്ഷൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിന് കൊടുത്തു കഴിഞ്ഞു. കാരണം എക്സൈസ് കമ്മീഷണറെ പോസ്റ്റ് അടിയന്തരമായിട്ട് മാറ്റണം. സർക്കാരിൻ്റെ ഇഷ്ടമുള്ള ഒരു ഉദ്യോഗസ്ഥനായ അജിത് കുമാർ ADGP ആണ് ആ പോസ്റ്റ് ഇപ്പം വഹിക്കുന്നത്. അദ്ദേഹത്തിന് സ്ഥാനചലനങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ നടത്തേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു പോസ്റ്റ്, അത് കേഡർ പോസ്റ്റ് IASകാരുടെ എക്സൈസ് കമ്മീഷണർ പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അത് ആണ് ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിമർശിച്ചിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായി IASകാരെ കാണരുതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട്. IASകാരുടെ പോസ്റ്റുകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫാണവർ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അത് രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള പുരോഗതിയിൽ ലക്ഷ്യമാക്കിയുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കുന്നവരാണ്. അവരാണ് എല്ലാ സംസ്ഥാനങ്ങളിലും IASകാരെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർ സെൻട്രലിൻ്റെ ആ നോംസും അവിടെ നിന്നുള്ള ട്രെയിനിങ്ങും കിട്ടിയതനുസരിച്ച് രാജ്യത്തിൻ്റെ പുരോഗതി കണക്കാക്കിയുള്ള തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത്. അതിനകത്ത് ഈ സ്റ്റേറ്റുകളിലുള്ള രാഷ്ട്രീയം കലർത്തരുത്, അങ്ങനെ ആ രാഷ്ട്രീയ ചിന്തയോടുകൂടി സങ്കുചിതമായ ചിന്തയോടുകൂടി അവരെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റരുത്. അല്ലെ ചില പോസ്റ്റിൽ നിന്ന് അവരെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുന്നു, ചിലരെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യത്തില്ല. അതൊക്കെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ മെച്ചമായ ഒരു ഭരണത്തിന് സഹായകരമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ, പ്രത്യേകിച്ച് കേഡർ പോസ്റ്റുകളുടെ കാര്യത്തിൽ മേലിൽ സർക്കാർ ഇടപെടരുത്. അത് കൃത്യമായ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലുള്ള സീനിയറായ IASകാർക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് IPSകാരെയും മറ്റും കൊണ്ട് ഇരുത്തരുത്. അങ്ങനെ എക്സൈസ് കമ്മീഷണറായിട്ടിരിക്കുന്ന അജിത് കുമാറിനെ അവിടുന്ന് അടിയന്തരമായിട്ട് മാറ്റണം എന്ന് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞത്. അതുകൊണ്ട് സർക്കാരിന് ഈ 3-4 പോസ്റ്റുകളിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനി നടക്കത്തില്ല. കാരണം അത് സീനിയർ IASകാരുടെ പോസ്റ്റുകളിലൊന്നും കൈകടത്തണ്ട. അവർക്ക് അങ്ങനെയുള്ള പോസ്റ്റുകളിൽ ജൂനിയറായിട്ടുള്ളവരെയും IPSകാരെയും കൊണ്ട് പോസ്റ്റ് ചെയ്യരുത് എന്നുള്ള കൃത്യമായ ഒരു ഡയറക്ഷനാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ.